അസ്സലാമു അലൈക്കും. അപ്പോൾ കുക്കർ ഉപയോഗിച്ച് 10 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ വെക്കുക. അത് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഒരു പീസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പീസ് സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ രീതിയിൽ ഒരു കളറ് മാറ്റം വരുമ്പോൾ നമുക്കതിലേക്ക് ഞാനിതാ ഓൾറെഡി ഇവിടെ വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വെച്ചിട്ടുള്ള ജീരകശാല അരി, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊന്ന് മാറി വന്ന ശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അടിയിലൊന്നും പിടിക്കാത്ത രീതിയിലാക്കി കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഡബിളായിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഒറ്റ വിസിലിൻ്റെ പണിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആകുന്ന ടൈം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. അതും കൂടെ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കണം, നെയ്ച്ചോറ് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കുക്കായും കിട്ടിയിട്ടുണ്ട്. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളി നെയ്ച്ചോറ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നമുക്കതിലേക്ക് മേലെ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ അതുപോലെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റത്തോളം അതൊന്ന് അടച്ച് വെച്ച് അതിൻ്റെ ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഇതാ തുറന്നിട്ടുണ്ട്. നല്ല നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ആവി പോകുന്ന അടിപൊളിയായിട്ടുണ്ട്. സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.